ജീവനുണ്ട്. രക്ഷപ്പെട്ടാ. ഈ വീട് നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹായ്, ലൈഫ് ആൻഡ് ഗെറ്റ് ബൈ സ്റ്റേബിൾ ജേക്കബിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചെല്ലാനത്താണ്. ചെല്ലാനത്ത് കൊണ്ടൈലി റിസോർട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെ മനോഹരമായ പ്രകൃതിയാൽ ചുറ്റപ്പെട്ട ഒരുപാട് പുറത്തേക്ക് നോക്കുമ്പോൾ മുഴുവൻ വെള്ളവും പച്ചപ്പും ഹരിതാപവും ഒക്കെ കാണുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടാണ്. ഒരു 4 സ്റ്റാർ റിസോർട്ടാണിത്. ഇതെനിക്ക് തോന്നുന്നു ഏകദേശം ഇവിടെയുള്ള എല്ലാ കോട്ടേജുകളും ഒരു 100-130 വർഷങ്ങൾ പഴക്കമുള്ള പഴയ ഇല്ലം മനയൊക്കെ പൊളിച്ചു കൊണ്ടുവന്നിട്ട് അതുപോലെ തന്നെ ഇവിടെ റിക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് ഞങ്ങൾ ഇന്ന് താമസിക്കാൻ പോകുന്ന കോട്ടേജ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പഴയ വീടുകളെല്ലാം പൊളിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് റീകൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതാണ് ഈ കോട്ടേജുകളെല്ലാം തന്നെ. പഴയ വാസ്തുവിദ്യാ രീതിയിലാണ് എല്ലാ കോട്ടേജുകളുടെ ഇന്റീരിയർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെങ്കിലും എല്ലാ മോഡേൺ ഫെസിലിറ്റീസും ഇതിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ മുറികളിൽ നിന്നും നോക്കിയാലും ഈ പച്ച നിറത്തിലുള്ള കായലിന്റെ സൗന്ദര്യം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. വൈകുന്നേരങ്ങളിൽ ഈ പുൽത്തകിടി കൂടെയുള്ള നടത്തവും അതുപോലെ ഈ കായലിലേക്ക് നോക്കിയുള്ള ഇരിപ്പും എല്ലാം നമുക്ക് എന്താ പറയുക, ഒരു ഫ്രഷ് ഫീലിംഗ് തരുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ ഇവർ ഒരുക്കിയിരിക്കുന്നത്. വൈകുന്നേരം ഇവിടെ ഒരു കോംപ്ലിമെന്ററി ബോട്ടിംഗ് ഉണ്ട്. ഒരു 1 hour ബോട്ടിംഗ് ഉണ്ട്. അതിവിടെ വരുന്ന എല്ലാ ഗസ്റ്റിനും കോംപ്ലിമെന്ററി ആണ്. കുക്കു സൈഡ് സീറ്റ് കയറിയിരുന്ന കാറ്റ് കൊണ്ട് പോവാം. ഇതാണ് നമ്മുടെ ബോട്ട്. ഈ ബോട്ടിൽ ഇവരൊരു മണിക്കൂർ നമ്മൾ ഈ കായലിൽ നമ്മൾ ചുറ്റി കാണിക്കും. ഈ വീട് നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ ഫേമസ് ആയ ഒരു വീടാണിത്. സൺസെറ്റൊക്കെ ആസ്വദിച്ച് വൈകുന്നേരത്തെ ഈ ചീനവല വഴിയുള്ള മീൻപിടുത്തവും ഇവിടെ താമസിക്കുന്ന കുറേ ആളുകളുടെ വൈകുന്നേരത്തെ ഒരു ലൈഫ് സ്റ്റൈലും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ കുക്കു ജീവിതത്തിൽ ആദ്യമായിട്ട് ചൂണ്ടിടാൻ ആയുധം വന്നിട്ടുണ്ട് ഇത്തവണയെങ്കിലും. സാധാരണ എറണാകുളം പോകുന്ന സമയത്ത് ചേട്ടാ എനിക്ക് തോന്നുന്നു 1-2 തവണ എന്നെ കൊണ്ട് മലയാറ്റൂർ പോയിട്ടുണ്ട്. 2-3 തവണ പോയിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് എനിക്ക് തോന്നുന്നു വീടിന്റെ അടുത്തുള്ള തോട്ടിലൊക്കെ ഓർമ്മയുണ്ടോ അന്ന് ജോസഫിന്റെ എല്ലാം കേട്ട നമ്മള് പോയി നട്ടുച്ചയ്ക്കായിരുന്നു. ആ സമയത്തൊന്നും പോയാൽ നമുക്ക് ഒരിക്കലും കുടുങ്ങി പോലും കിട്ടില്ല. ഒന്നും ചെയ്യണ്ട, ഞാൻ കാണിച്ചു തരാം. വിട്ട് കാണിച്ചു തരാം. ഐശ്വര്യമുള്ള ആള് ഞാൻ മീനിട്ടുതരാം. വീട് അത് വലിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അപ്പൊ പൊക്കിട്ടോ. പിന്നെ അത് മീൻകലത്തിനുള്ള നീ കുത്താനിരിക്കണേ. നീ നടുക്കടലല്ലേ മീൻ വീശിരിക്കുന്നത്. മീന് തീറ്റ കൊടുക്കാൻ വന്നിരിക്കുന്നതാണ്. ഇല്ലല്ല എടുക്കാറായിട്ടില്ല. അത് പോയി തീറ്റ പോയി. അങ്ങനെ ഞാൻ ആദ്യമായി ഒരു കരിമീൻ പിടിച്ചിരിക്കുകയാണ്. വെള്ളത്തിൽ പോലെ
അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഫിഷ്. കരിമീൻ കൊണ്ടുപോയി ചുട്ട് തിന്നോ. അടുത്തതായി കുക്ക് വീണ്ടും ഇട്ടേക്കാണ്. ഇതെല്ലാം നടക്കോ? യെസ്, ഇത് നമ്മൾ പിടിച്ച മീനാണ്. ഇനിയും ഇട്ടാൽ കിട്ടും. നല്ല പോലെ ഇതിനകത്ത് മീൻ നന്ന പോലെ അടിക്കുന്നുണ്ട്. നല്ല ഇരുട്ടായി തുടങ്ങി. എന്നാലും ചെറിയ മീനിനെ നമ്മൾ തിരിച്ചു വിടുകയാണ്. കാരണം ചെറിയ മീൻ നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിനടുത്ത് വെള്ളത്തിലേക്ക് കിട്ടോ. പെട്ടെന്ന് ഇടാം, ഇപ്പോൾ ചത്തു ജീവനുണ്ട്. രക്ഷോട്ടാ. ഓ മൈ ഗാഡ്. യെസ്, ചെറിയ മീൻ എസ്കേപ്ഡ്. കുറേ മീൻ ഇവിടെ കിടന്നടിക്കുന്നുണ്ട്. നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ബാക്കി വെച്ചിട്ട് ബാക്കി കുറച്ച് നേരം കൂടെ ചൂണ്ടയിട്ട് നമുക്ക് കരിമീൻ പിടിക്കാം. കുക്കൂനാണെങ്കിൽ സ്പിരിറ്റ് കയറി കണക്ക്. ഓ, ചൂണ്ടക്കുളത്ത് നെഞ്ചത്ത് കയറിയെടുത്തോ. അപ്പോൾ കൊണ്ടൈലിപ്പിലെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ? നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതിനേക്കാൾ കൂടുതലുണ്ട് ഇവിടെ വന്ന് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഒരു ഗെറ്റ് ടുഗദറിനൊക്കെ പറ്റിയ ഒരു പ്ലേസ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പേസ് ആണ്. കാരണം നിങ്ങളോട് വന്നിട്ട് ഇവരുടെ സൂപ്പർ ഡീലക്സ് കാറ്റഗറി എടുത്താൽ ഹണിമൂൺ കപ്പിൾസിന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു വൈബാണ്. കൊച്ചിയിൽ നിന്ന് വളരെ അടുത്താണ്. എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ നിന്ന് ഒരു 20-25-30 കിലോമീറ്റർ ദൂരം. ആലപ്പുഴയിൽ നിന്നാണെങ്കിലും അത്രയും ദൂരമുള്ളൂ. അപ്പൊ അത്രയും അടുത്ത് നമ്മുടെ ചെല്ലാനം ബീച്ചിനോട് ചേർന്ന് തൊട്ട് അറബിക്കടലാണ്. ഇതിന്റെ പുറകിൽ അറബിക്കടലാണ്. ഫുൾ കേരള ബാക്ക് വാട്ടേഴ്സ് എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ ഇവിടെ എൻജോയ് ചെയ്തു. ഇവിടെ ബോട്ടിംഗ് ആസ്വദിച്ച്, അത് പറയുകയാണെങ്കിൽ പെഡൽ ബോട്ട്സ് ഉണ്ട്, അല്ലാതെ ഒരു 1 hour ബോട്ട് സർവീസ് ഉണ്ട്, പിന്നെ ഫിഷിംഗ് ഉണ്ട്. ഐസും ഐസ് ബോക്സ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ദിവസത്തേക്കുള്ള കറി വെക്കാൻ കൊണ്ടുപോകും. ഇവിടെ ഞങ്ങളൊന്നും ചെയ്ത് തരില്ല, ഇവിടെ കുക്ക് ചെയ്ത് തരില്ല, നമ്മൾ കുക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. ഞങ്ങളെ മീനുകളെല്ലാം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ഇന്നലെ ഞങ്ങളതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ പിടിച്ച മീനൊക്കെ ഞങ്ങൾ വീണ്ടും വെള്ളത്തിലേക്ക് വിട്ട് അവരുടെ ജീവൻ രക്ഷിച്ചു. പിന്നെ വേറെ പ്രത്യേക ഒരു കാര്യം, നമ്മുടെ ട്രാവൽ പ്ലാനുകളെല്ലാം അറേഞ്ച് ചെയ്യുന്നത് സാംസ് വെക്കേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാവൽ പ്ലാനുകളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വെക്കേഷനുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ വെക്കേഷൻ യാത്രകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രിൻസിനെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. സാംസ് വെക്കേഷൻസ് ടൂർസ് ആൻഡ് ട്രാവൽസ് അവരാണ് നമ്മളുടെ കുറെ നാളുകളായിട്ടുള്ള ട്രാവൽ പാർട്ണർ. പാക്കേജസ് എല്ലാം അറേഞ്ച് ചെയ്യുന്നത് അവരാണ്. ട്രാവൽ പ്ലാനുകൾ ശരിക്കും ഫുൾ നമ്മുടെ കൂടെ ഉള്ളത് പോലെയാണ് അല്ലേ? നമ്മള് ഇറങ്ങുന്നത് മുതല് നമ്മുടെ എല്ലാ കാര്യങ്ങളും എൻക്വയറി കഴിയുമ്പോൾ വിളിച്ചു ചോദിക്കും എത്തിയോ, അല്ലെങ്കിൽ ഇവിടെ ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഫുഡ് എങ്ങനെയുണ്ട്, എല്ലാ കാര്യങ്ങളും സർവീസസ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അത് അറേഞ്ച് ഒക്കെ ചെയ്ത് തരുന്ന ഒരാളാണ് പ്രിൻസ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എൻക്വയറി റിക്വയർമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രിൻസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരാം. അതുവരേക്കും ബൈ ബൈ.